ഗുഡ് മോർണിംഗ്. ദേ കാലത്തെ തെയ്യാമ അത് ഇവിടെ നടന്ന് എന്നെ എടുക്കണ്ട എന്ന് പറയണ്ടിട്ടാ. എടുക്കും തെയ്യാമേനെ വീഡിയോ എടുക്കും. എൻ്റെ ദൈവമേ, കാലത്തെ എന്നോട് ഭയങ്കര ദേഷ്യമുണ്ട്. വേറെ ഒന്നുമല്ല, ഇത് വേണ്ട, ഈ താമര ഉണന്ന് നമ്മുടെ ഇവിടെ മുറ്റത്ത് ഞങ്ങൾക്ക് കുറച്ച് സ്ഥലമുള്ളെന്ന് പറഞ്ഞിട്ടില്ലേ, ഇതേ ഇവിടെ കാണിച്ചു തരാട്ടാ. വേണ്ട, ഇത്രയും സ്ഥലമുള്ളൂ, 3 സെൻറ്റ് സ്ഥലമുള്ളൂ എന്ന് ഞാൻ പറയാറില്ല. ഇപ്പം ടെറസിൻ്റെ മുകളിലായിരുന്നു എല്ലാ ചെടികളേ, എല്ലാ നിലത്തേക്ക് ഇറക്കി. കാരണം ടെറസ് ഭയങ്കര ചോരണമാണ്, നമുക്ക് മഴക്കാലത്തെ ചെടികൾ വെച്ചിട്ട് പ്രശ്നമാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇതേ താഴേക്ക് ഇറക്കി. അപ്പോൾ ഈ താമര ഇവിടെ കൊണ്ടുവന്ന് വെച്ചേക്കേടാ. ഇവിടെ വെയിൽ അങ്ങനെ കിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മി വെയിൽ കിട്ടത്തില്ലല്ലോ. അപ്പോൾ പറയുകയാണേ, എൻ്റെ ഗപ്പികളൊക്കെ ചത്തുപോകും മഴ പെയ്യുമ്പോൾ. കാരണം ഇവിടെ കണ്ടില്ലേ, മഴ കിട്ടും ഇപ്പുറത്ത് വെച്ചാൽ. ഞാൻ പറയണ അപ്പുറത്ത് വെക്കായിരുന്നില്ലേ മമ്മി എന്ന് ചോദിച്ചുള്ളൂ. അപ്പോഴേക്കും പിണങ്ങി. ഇത് കണ്ട, ഈ താമര എന്ന് പറഞ്ഞാലേ വെയിലത്ത് വെക്കണം. ഞങ്ങൾക്ക് 2-3 കളറ് താമര ഉണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ ഫ്രണ്ടാണ് തന്നതാണ്. അത് ഓൺലൈനിലായിട്ട് ചെടികൾ വിൽക്കണ ഇതാണ്, തസ്നി എന്നാണ് പേര്. അപ്പോൾ ആ പെങ്കുച്ച് തന്ന വെള്ളത്താമരയാണ്. അതിപ്പോൾ ദേ വെയിലത്ത് വെച്ചാലാണ് പിടിക്കുള്ളൂ എന്നാണ് എൻ്റെ അറിവ് കേട്ടോ. ആദ്യം തന്നെ ഞങ്ങളിങ്ങനെ കുറച്ച് നമ്മുടെ ഈ വളമൊക്കെ ഉള്ള മണ്ണില്ലേ, അതൊക്കെ ഇട്ട് നമ്മൾ ഈ താമര നടണത് എങ്ങനെയെന്ന് ഞാനൊന്ന് പറഞ്ഞുതരാം എൻ്റേതായ രീതിയിൽ. കാരണം ഇങ്ങനത്തെ ബക്കറ്റ് ഞാൻ മേടിച്ചു. ഇതിപ്പോൾ 100 രൂപയൊക്കെ ഉള്ളൂ. ഞാൻ ഞങ്ങളുടെ ഇവിടെ ആലുവയിൽ സെൻറ്റ് മേരീസ് എന്ന് പറഞ്ഞ സ്കൂളുണ്ട്, അതിൻ്റെ അടുത്തുള്ള കടയിൽ നിന്ന് മേടിച്ചതാണ്. അയക്കായിട്ട് ഞാൻ നല്ല പരിചയമാണ്. എനിക്ക് ചെടിയുടെ ബിസിനസ് ഉണ്ടായിരുന്നു ആ സമയത്ത് തൊട്ട് നല്ല പരിചയമാണ്. അപ്പോൾ അയക്കയുടെ കടയിൽ നിന്നാണ് ഞാൻ ഈ ബക്കറ്റൊക്കെ മേടിക്കുകയുള്ളൂ. ചെടിച്ചട്ടികളും അതൊക്കെ മേടിക്കണ ആ കടയിൽ നിന്നാണ്. അത് ഹോൾസെയിലാണെന്ന് തോന്നുന്നു. എന്തായാലും 100 രൂപയ്ക്ക് മേടിച്ചേ. എന്നിട്ട് ഹോൾസെയിൽ കടയാണ്. അതെ ഇതിപ്പോൾ നട്ടതൊക്കെ മമ്മിയാട്ടാ. ഞാനിപ്പോൾ ഓഫീസിൽ പോക്കൊക്കെ ആയതുകൊണ്ട് ചെടികൾ അങ്ങനെ ശ്രദ്ധിക്കലില്ല. പക്ഷെ ഞാൻ നടന്ന വിധം ഞാൻ പറഞ്ഞുതരാം. ഞാൻ കുറേ നട്ടിട്ടുണ്ട്. ആമ്പലൊക്കെ ഞാൻ നടുമായിരുന്നു. ആദ്യമൊക്കെ ഞാൻ എന്ത് ചെയ്യുന്ന, എനിക്ക് വയനാട്ടിൽ നിന്ന് താമരയുടെ വിത്ത് അയച്ചെന്ന്. ആമ്പലിൻ്റെയും ഒക്കെ താമരയുടെ വിത്തല്ല കേട്ടോ, സോറി, ആമ്പലിൻ്റെ വിത്ത്. ഇതൊക്കെ അയച്ചു തന്നിട്ട് താമര വിത്ത് തന്നെയാണ്. താമര വിത്ത് അയച്ചു തന്നിട്ട് ഞാനത് കുണന്ന് നട്ടിട്ട് അത് പക്ഷി ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു വെയിലത്ത് വെക്കണമെന്നൊക്കെ. അതങ്ങനെ ചീഞ്ഞു പോയി. ട്യൂബറൊക്കെ വന്നതൊക്കെ ചീഞ്ഞ്, നമുക്കറിയില്ലല്ലോ ആദ്യം എങ്ങനെയെന്നൊക്കെ. പിന്നെ ഞാൻ പഠിച്ചു. പിന്നെ മമ്മിക്ക് അറ്റാക്കൊക്കെ വന്ന സമയത്താണ് തോന്നുന്നത് അതങ്ങനെ ചീഞ്ഞു പോയി. അത് നല്ലോണം എന്താ പറയുക, നിറച്ചിങ്ങനെ ഇലകൾ മാത്രം ഉണ്ടായി, പൂവുണ്ടായില്ലായിരുന്നു. പിന്നീട് എനിക്ക് ഇതുപോലെ തന്നെ ഓൺലൈനിൽ എൻ്റെ ഒരു ഫ്രണ്ടാണ്, കാരണം എനിക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, മമ്മി ആൻഡ് മീ എന്ന് പറഞ്ഞിട്ട്. എൻ്റെ ഇന്ന് 10 മണി ചെടികൾ മേടിച്ചവരുടെ ഗ്രൂപ്പാണ്. അപ്പം അതുപോലെ വേറെ ആൾക്കാരുണ്ട് കേട്ടോ, ചെടികൾ ഇഷ്ടപ്പെടുന്നവരുടെ ഒരു ഗ്രൂപ്പ്. അപ്പം അതിൽ ഇങ്ങനെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോൾ അവരിങ്ങനെ ഓൺലൈനിൽ ഇങ്ങനെ ഓരോന്നും ഇടും, ഓരോ പൂക്കളുടെയും പടമൊക്കെ ഇടും, ചെടികളിലൊക്കെ ഇടുമ്പോൾ അങ്ങനെ ഞാൻ മേടിക്കുന്നതാണ്. അങ്ങനെ മേടിച്ച 2 താമര, ഒരെണ്ണം പിങ്ക് കളറ്, ഒരെണ്ണം വെള്ള, പിന്നെ ഒരു വയലറ്റ് കളർ ആമ്പൽ, പിന്നെ എന്തോന്നാ വേറെ 2-3 ആമ്പലുണ്ട്. വയലറ്റ് കളർ തന്നെ ഓരോ ഷെയ്ഡുകൾ. എനിക്ക് പേരൊന്നും അറിയില്ല കേട്ടോ, ഈ താമരയുടെ ആമ്പലിൻ്റെയൊക്കെ. എല്ലാവർക്കും അതൊക്കെ അറിയാം. എനിക്ക് 10 മണി ചെടിയുടെ കാര്യങ്ങളെല്ലാം എനിക്ക് നല്ലോണം അറിയാം കേട്ടോ. അപ്പോൾ പറഞ്ഞു വന്നത് വേറെ ഒന്നുമല്ല, ആമ്പലും താമരയൊക്കെ നടണം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ബക്കറ്റ് മേടിക്കാം. എന്നിട്ട് നമ്മൾ പാടത്തെ ചെളിയൊക്കെ ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. അപ്പോൾ എനിക്കൊക്കെ ചെളിയൊക്കെ പോയി എടുക്കാനൊന്നും പറ്റത്തില്ലല്ലോ. ഞങ്ങൾ ആലുവ ടൗണിൽ തന്നെയാണ്. പാടമൊക്കെ കാണണമെങ്കിൽ ഇത്തിരി പാടാണ്. അപ്പോൾ ഞങ്ങൾ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ, നമ്മൾ ഈ ചെടിച്ചട്ടികളൊക്കെ ഇല്ലേ, ഇങ്ങനത്തെ ചെടിച്ചട്ടികളിലൊക്കെ നല്ല വളമായിട്ടിരിക്കുന്ന ചെടിച്ചട്ടിയിലെ മണ്ണെടുക്കും. കാരണം എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ ഓൾറെഡി ഇട്ട് നല്ല എന്താ പറയുക, നല്ല കറുത്തിരിക്കുന്ന മണ്ണ്. എന്നിട്ട് ഇതിൻ്റെ കട്ടകളൊക്കെ കളയും. മണ്ണിലുള്ള കട്ടകളൊക്കെ കളഞ്ഞിട്ട് നമ്മൾ എടുത്ത് ആദ്യം ഇത് മണ്ണ് നിറയ്ക്കും. ഒരു പകുതിയോളമൊക്കെ നിറച്ചാൽ മതിട്ടാ. എന്നിട്ട് നമ്മുടെ താമരയുടെയൊക്കെ വിത്ത് ഇടണമെങ്കിൽ വിത്ത് ഇടയ്ക്ക് മുളപ്പിക്കണം, വെള്ളത്തിലിട്ട് മുളപ്പിക്കണം. അതിങ്ങനെ ഉരയ്ക്കണ വിധമൊക്കെ ഉണ്ട് വിത്തിൻ്റെ. ഞാനതൊക്കെ ആദ്യമൊക്കെ ഫ്ലോപ്പായി പോയതാണ്, പിന്നീട് ശരിയായതാണ്. ഇതിപ്പോൾ ഞാൻ ട്യൂബർ മേടിച്ചതാട്ടോ. ഈ ട്യൂബർ നടാം. ട്യൂബർ നമുക്ക് ഓൺലൈനിൽ കിട്ടിയതാണ്, കൊറിയർ അയച്ചു തന്നു. തസ്നി ആണ് ആ പെങ്കൊച്ചിൻ്റെ നമ്പർ വേണമെങ്കിൽ തരാട്ടാ. എന്നിട്ട് പിന്നെ ഒരു ജിഷയാണ് എനിക്ക് തന്നത്. ആദ്യത്തെ താമര ജിഷയുടെയാണ്.
അത് കഴിഞ്ഞ് ഇപ്പോൾ ഗ്രൂപ്പിൽ വരാൻ ആഗ്രഹമുള്ളവർക്ക് വരാട്ടാ. എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പ് മമ്മി ആൻഡ് മീ എന്നാണ് വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ പേര്. പിന്നെന്താ, എന്നിട്ട് നമ്മൾ അത് കഴിഞ്ഞ് നട്ടിട്ട് പതുക്കെ വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നാൽ ഇപ്പോൾ ഇത് പൊങ്ങി വരാതിരിക്കും, ട്യൂബർ പൊങ്ങി വരാതിരിക്കും, കുഞ്ഞി കല്ലൊക്കെ വെക്കണം നല്ല. പിന്നെ മമ്മി ചെയ്യണതാണ് കണ്ട, വളം കൊടുക്കണണ്ട, ഇങ്ങനെ തുണിയിലെ കിഴി കെട്ടിയിടും. അതിൻ്റെ ഉള്ളിൽ ചാണകമോ എല്ലുപൊടിയൊക്കെ വെച്ചിട്ട് കെട്ടിയിടും. ഇങ്ങനെ തുണി, കോട്ടൺ തുണിയൊക്കെ നമ്മൾ കിഴി കെട്ടിയിടൂലേ. അപ്പോൾ അതിൽ നിന്ന് ആ ചാണകമൊക്കെ പയ്യെ പയ്യെ ഇറങ്ങി അതിൻ്റെ സത്തൊക്കെ ചെന്ന് താമര വളർന്നു വരുവേ. വേണ്ട, ഇതിപ്പോൾ വെയിലത്ത് വയ്ക്കാത്തതിൻ്റെ ആണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ തല്ല് കൂടും. കാരണം ഇതിൻ്റെ ഉള്ളിൽ നിറച്ച് ഗപ്പികളുണ്ട്. അത് നല്ല ഭംഗിയുള്ള ഗപ്പികളാണ്, റെഡ് കളർ ഗപ്പികളൊക്കെ ഉണ്ട്. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള മേരി ആൻറ്റിയുടെ അടുത്തുനിന്ന് കൊണ്ടുവന്നത്, ഞാൻ തന്നെ കൊണ്ടുവന്നത്. എന്നിട്ട് അതിനൊന്നും ഒരു വിലയില്ല. തെയ്യാമയ്ക്ക് ഇതേ ചിരിക്കണ്. അയ്യോ, ഇപ്പം ഞാൻ ഓഫീസിൽ പോട്ടെ. താമരയുടെ വിശേഷങ്ങൾ ഇനിയും തുടരുന്നതായിരിക്കും. ബൈ.